കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ പാർട്ട് 2-ൽ അസംപ്ഷൻ ആൻഡ് ലിമിറ്റേഷൻ ഇവയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എക്കണോമിക്കൽ തിയറിയിൽ തന്നെ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ തന്നെ നാം ഉപയോഗിക്കുന്ന വസ്തുക്കളെ പ്രധാനമായി പല വിഭാഗങ്ങളായി തരംതിരിക്കുന്നു. അവയെ ഫ്രീ ഗുഡ്സുകളെന്നും അല്ലെങ്കിൽ സൗജന്യ സാധനങ്ങളെന്നും എക്കണോമിക്കൽ ഗുഡ്സുകളെന്നും കൺസ്യൂമർ ഗുഡ്സുകളെന്നും ക്യാപിറ്റൽ ഗുഡ്സുകളെന്നും തരംതിരിക്കുന്നു. ഈ സാധനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് സമൂഹത്തിൽ വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുവെന്ന് നമ്മെ അറിയാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. എന്നാൽ ഇത്തരം സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉപഭോക്താക്കൾ പലപ്പോഴും ചൂഷണങ്ങൾക്കും വഞ്ചനകൾക്കും ഇരയാകാറുണ്ട്. ഇതിനെതിരെ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നീതി ഉറപ്പാക്കാനുമാണ് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റുകളും ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങളും 1986 മുതൽ 2019 ആക്ടുകളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പാർട്ടിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ദിസ് ഈസ് സോഷ്യോ ബാച്ച് നമ്പർ 1 പാർട്ട് 3. സാമ്പത്തിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ എക്കണോമിക്സിൽ ഗുഡ്സ്, സാധനങ്ങൾ, വസ്തുക്കൾ എന്നറിയപ്പെടുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ഏത് ഭൗതിക വസ്തുക്കളെയും സേവനങ്ങളെയുമാണ്. That means the goods refers to any physical object and services that are the capable of satisfying human wants and needs. അതിൽ നമുക്ക് ഒന്നാമതായിട്ട് പറയാൻ പറ്റുന്നതാണ് ഫ്രീ ഗുഡ്സുകൾ എന്നറിയപ്പെടുന്നത്. ഫ്രീ ഗുഡ്സ് ദാറ്റ് ആർ അവൈലബിൾ ഫ്രീലി ഇൻ നാച്ചുറൽ ആൻഡ് റിക്വയർഡ് നോ പേയ്മെൻറ്റ്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് ധാരാളം ലഭിക്കുന്നതും ഉപയോഗിക്കാൻ യാതൊരു പണവും നൽകാത്തതുമായിട്ടുള്ള വസ്തുക്കളെയാണ് ഫ്രീ ഗുഡ്സുകൾ എന്നറിയപ്പെടുന്നത്. നമുക്ക് അവയെ തന്നെ അൺലിമിറ്റഡ് ഇൻ സപ്ലൈ ആണ്, നോ ഓണർഷിപ്പ് കോസ്റ്റ്, ഡു നോട്ട് കമൻഡ് എ പ്രൈസ്. പ്രത്യേകപരമായിട്ടുള്ള ഓണർഷിപ്പ് കോസ്റ്റുകളോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് റെക്കോർഡോ ആവശ്യമില്ലാത്തവയാണ് ഫ്രീ ഗുഡ്സുകൾ എന്നറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ വായു അല്ലെങ്കിൽ സൂര്യപ്രകാശം, മഴവെള്ളം ഇവയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗുഡ്സുകളാണ്. രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എക്കണോമിക്കൽ ഗുഡ്സുകൾ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ സാമ്പത്തിക സേവനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ സാധനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഗുഡ്സ് ദാറ്റ് ഹാവ് എ പ്രൈസ് ആൻഡ് ഷോ സ്കേഴ്സിറ്റി റിലേറ്റഡ് ടു ഡിമാൻഡ്. ഇവിടെ എന്താണ് അറിയപ്പെടുന്നത്? നമുക്ക് വിലയുള്ളതും ലഭ്യത കുറവുള്ളതുമായിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മളെപ്പോഴും എക്കണോമിക്കൽ ഗുഡ്സുകൾ എന്നറിയപ്പെടുന്നത്. അതായത് ഇവ നിർമ്മിക്കാനോ ശേഖരിക്കുന്നതിനോ മനുഷ്യൻ്റെ അധ്വാനം വളരെയധികം ആവശ്യമാണ്. ഈ വിപണിയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും നമുക്കറിയപ്പെടുന്നത് എക്കണോമിക്കൽ ഗുഡ്സുകളാണ്. ഫോർ എക്സാമ്പിൾസ് ഓഫ് ഫുഡ്, ക്ലോത്ത്, ബുക്ക്, ഇലക്ട്രിസിറ്റി ഇവയെല്ലാം നമുക്ക് എക്കണോമിക്കൽ ഗുഡ്സുകളായിട്ട് പറയാം. സോ ഹാവ് എ പ്രൈസ് ആൻഡ് സ്കേഴ്സിറ്റി, പ്രൊഡ്യൂസർ ഓർ കളക്ടർ ഫോർ സെയിൽ ഇവയെ നമുക്ക് എക്കണോമിക്കൽ ഗുഡ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. മൂന്നാമതായിട്ടാണ് കൺസ്യൂമർ ഗുഡ്സുകൾ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഉപഭോക്തൃ സാധനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ ഫൈനൽ ഗുഡ്സ് യൂസ്ഡ് ഡയറക്റ്റ്ലി ബൈ കൺസ്യൂമർ ടു സാറ്റിസ്ഫൈ ദെയർ ഹ്യൂമൻ വാണ്ട്സ്. എന്താണ് ഇവിടെ പറയുന്നത്? ഉപഭോക്താക്കൾ നേരിട്ട് ഉപയോഗിക്കുന്നതും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുമായ അന്തിമ ഉൽപ്പന്നങ്ങളെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്നറിയപ്പെടുന്നത്. അതായത് ഇവ വീണ്ടും ഉൽപ്പാദനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. വിപണിയിൽ നിന്ന് നേരിട്ട് വാങ്ങി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മളെപ്പോഴും കൺസ്യൂമർ ഗുഡ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കതിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്, ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, നമ്മുടെ ഹൗസ്, ഫുഡ്വെയർ ഇവയെല്ലാം നമ്മുടെ കൺസ്യൂമർ ഗുഡ്സുകളായിട്ട് ഉപയോഗിക്കുന്നു. That means consumer goods are the final goods used by the consumers. They are satisfy human wants and directly. ഉപഭോക്താക്കൾ നേരിട്ട് വാങ്ങിക്കുന്ന അന്തിമ വസ്തുക്കളെയാണ് ഉപഭോക്തൃ വസ്തുക്കളെന്നും അവ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അവ നിറവേറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ കൺസ്യൂമർ ഗുഡ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നതാണ് ക്യാപിറ്റൽ ഗുഡ്സുകൾ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ മൂലധന സാധനങ്ങൾ. എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്നറിയപ്പെടുന്നത്? ഗുഡ്സ് ആർ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ് റാദർ ദാൻ ഫോർ ഡയറക്റ്റ് കൺസപ്ഷൻ. എന്താണ് ഇവിടെ പറയുന്നത്? മറ്റു വസ്തുക്കൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വലിയ വസ്തുക്കളെയാണ് ക്യാപിറ്റൽ ഗുഡ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ ഉൽപ്പാദനക്ഷമതയും സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഈ ക്യാപിറ്റൽ ഗുഡ്സുകൾ എന്നറിയപ്പെടുന്നത്. അതായത് ഉപഭോഗത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഉപഭോഗത്തിനായിട്ട് നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നില്ല. ഫാക്ടറിയിലെ യന്ത്രങ്ങൾ, പണിയായുധങ്ങൾ, ട്രാക്ടർ എന്നിവ ഉൾപ്പെടുന്നവയാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ ക്യാപിറ്റൽ ഗുഡ്സ് ആർ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ്. മറ്റേതോ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് അല്ലെങ്കിൽ മൂലധന സാധനങ്ങളെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സുകളെന്നും ദേ ഹെൽപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്
ഉൽപ്പാദന പ്രക്രിയയെ ഓരോ ഘട്ടങ്ങളിലും സഹായിക്കുന്ന വസ്തുക്കളെയാണ് അല്ലെങ്കിൽ സാധനങ്ങളെയാണ് ക്യാപിറ്റൽ ഗുഡ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഒരിക്കലും ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, കൺസപ്ഷൻ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ഗുഡ്സുകളെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ ഗുഡ്സുകൾ എന്നറിയപ്പെടുന്നത്. അല്ല എങ്കിൽ ഈട് നിൽക്കുന്നതും പെട്ടെന്ന് തീരുന്നതുമായിട്ടുള്ള സാധനങ്ങൾ. ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ നമുക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ലോങ് പീരിയഡ്, ക്യാൻ ബി റിക്കോർഡ് ആൻഡ് ദ റീയൂസ്ഡ്. എക്സാമ്പിളായിട്ട് നമുക്ക് ടേബിൾ, ഹൗസ്, TV. അതായത് യൂസ്ഡ് ഫോർ ദ ഷോർട്ട് പീരിയഡ്. നോൺ ഡ്യൂറബിൾ ഗുഡ്സുകൾ എന്നറിയപ്പെടുന്ന എപ്പോഴും എന്താണ്? യൂസ്ഡ് ഫോർ ദ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം, ദ കൺസ്യൂമഡ് ക്വിക്ക്ലി, കനോട്ട് ബി റിഫ്യൂസ്ഡ് ആൻഡ് റീയൂസ്ഡ് മച്ച്. ഒരിക്കലും നമുക്ക് ഇവ എന്താണ് ദീർഘകാലം ഉപയോഗിക്കാവുന്നതും കേടായാൽ നന്നാക്കി വീണ്ടും ഉപയോഗിക്കാവുന്നതുമായിട്ടുള്ള വസ്തുക്കളെയാണ്. ഉദാഹരണം മേശ, വീട്, ഇവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്നാൽ നോൺ ഡ്യൂറബിൾ എന്നറിയപ്പെടുന്നത് എന്താണ്? വളരെ ചെറിയ കാലത്തേക്ക് മാത്രം ഉപയോഗിക്കുന്നതും ഉടൻ തീർന്നു പോകുന്നതുമായിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ നോൺ ഡ്യൂറബിൾ ഗുഡ്സുകൾ എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ ഭക്ഷണമൊക്കെ അല്ലേ, നമ്മുടെ ഫുഡായാലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാൽ, നമ്മുടെ മിൽക്ക്, പേപ്പർ, ഇവയൊക്കെ എന്നറിയപ്പെടുന്നത് എന്താണ്? നോൺ ഡ്യൂറബിൾ ഗുഡ്സുകളാണ്. അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. സോ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ലോങ് പീരിയഡ് ആൻഡ് ദെൻ ക്യാൻ ബി റിപ്പയർഡ് ആൻഡ് റീയൂസ്ഡ്. നോൺ ഡ്യൂറബിൾ എപ്പോഴും എന്ത് തന്നെയായിരിക്കാം, വളരെ ഷോർട്ട് പീരീഡിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദേ ആർ കൺസ്യൂംഡ് ക്വിക്ക്ലി. ഇപ്പോൾ ദീർഘകാലമല്ലാതെ വളരെ കുറഞ്ഞ കാലങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഡ്യൂറബിൾ എന്നും അതേപോലെ തന്നെ എന്താണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സുകൾ എന്ന പേരിലും അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ കൺസ്യൂമർ ഗുഡ്സുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത് ക്യാപിറ്റൽ ഗുഡ്സുകൾ എന്താണെന്ന് നോക്കി, കൺസ്യൂമർ ഗുഡ്സുകൾ എന്താണെന്ന് നോക്കി, എക്കണോമിക്കൽ ഗുഡ്സുകൾ എന്താണെന്ന് നോക്കി, ഫ്രീ ഗുഡ്സുകൾ എന്താണെന്ന് നമ്മളിവിടെ നോക്കി. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ്. എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്? ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം. ആദ്യമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1966 1966. കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ്സ് കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഫോംഡ് ഇൻ മുംബൈ ടു പ്രൊട്ടക്ട് ദ കൺസ്യൂമർ വെൽഫെയർ. പ്രധാനമായിട്ടും ആളുകളുടെ ക്ഷേമം, ആരാണോ വാങ്ങുന്നതോ വിൽക്കുന്നതോ എല്ലാവരുടെയും ക്ഷേമങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു പ്രൊട്ടക്ഷൻ മൂവ്മെൻ്റ് ആയിരുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻ്റ് എന്നറിയപ്പെടുന്നത് 1966. ഇതൊരു സോഷ്യൽ മൂവ്മെൻറ്റ് ഫോർ ദ കൺസ്യൂമർ വെൽഫെയർ ആൻഡ് വർക്ക് എഗൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ദ ചീറ്റിംഗ്. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചീറ്റിങ്ങുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയും പ്രധാനമായിട്ടും ചൂഷണങ്ങൾ, അതേപോലെ തന്നെ ചതി, ഇവയെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ തുടങ്ങിയ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻ്റ് എന്നറിയപ്പെടുന്നത്. സോ ലീഡ് ബൈ ദ കൺസ്യൂമർ ഓർഗനൈസേഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ. എന്താണിത്? ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം 1966 ആരംഭിക്കുകയും മുംബൈയിൽ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ആദ്യമായിട്ട് രൂപീകരിക്കുകയും ഉപഭോക്താക്കളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രസ്ഥാനമായിട്ടിത് വളരുകയും ചതിയും ചൂഷണവും തടയുക എന്ന ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ് ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രധാനമായിട്ട് ഇതിൻ്റെ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ദ പ്രൊട്ടക്ട് ദ കൺസ്യൂമർ റൈറ്റ്സ്, പ്രിവെൻറ്റ് ദ ഫ്രോഡ്, എംപവർമെൻറ്റ് ദ കൺസ്യൂമേഴ്സ്, മേക്ക് ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ, എൻഷുർ ട്രൂത്ത്ഫുൾ അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് എൻഷുർ ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് കൺസ്യൂമേഴ്സ്. എന്താണ് ഇവിടെ പറയുന്നത്? പ്രധാനമായിട്ടും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, തട്ടിപ്പുകൾ തടയുക, ഉപഭോക്താക്കളെ ശക്തരാക്കുക. നമ്മൾ ഏതൊരു സാധനം വാങ്ങിക്കുമ്പോഴും കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻസ് അവിടെ ഉണ്ടാകുകയാണെങ്കിൽ അതിനെതിരെ നമുക്ക് പോരാടാൻ വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ഒരു നിയമസംഹിതകളായിട്ട് ഇതിനെ കണക്കാക്കാം. അതുപോലെ തന്നെ സംരക്ഷണത്തിനായി നിയമങ്ങൾ കൊണ്ടുവരിക, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ തടയുക, പ്രോഡക്റ്റുകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ കൊണ്ടുവരുന്നു. അപ്പോൾ അതെല്ലാം തടയുന്നതിന് വേണ്ടി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റുകളും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റുകളും വളരെയധികം ശക്തമായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ കടന്നു വന്നു. അതേപോലെ തന്നെയാണ് ഉപഭോക്താക്കൾക്ക്, വാങ്ങുന്ന ഏതൊരു വ്യക്തികൾക്കും പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടി അവയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്യുക എന്ന ഒരു ഉറപ്പും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ് നൽകുന്നു. അതേപോലെ തന്നെയാണ് മറ്റൊന്നാണ് കൺസ്യൂമർ പ്രൊട്ടക്റ്റ് ആക്റ്റുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആദ്യമായിട്ട് വരുന്നത്. So the passed by the parliament defined the consumer rights and established the consumer codes. The 2019 they came to force of 20 July 2020 replaced the old of 1986 Act and provided added the protection including the e-commerce regulation. എന്താണ് ഇവിടെ പറയുന്നത്?
ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ വ്യക്തമാക്കുകയും ഉപഭോക്തൃ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്തു. 2019 ഈ നിയമത്തെ എന്ത് ചെയ്യുന്നു, ഒരു ഭേദഗതി വരുത്തുകയാണ്. അങ്ങനെ 2020 ജൂലൈ 20 മുതൽ ഇത് നിലവിൽ വരികയും ചെയ്യുന്നു. അതായത് പഴയ 1986 നിയമത്തിന് പകരമായി പുതിയ രീതിയിലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പുകൾ, ഇപ്പോൾ ഇ കൊമേഴ്സ് തട്ടിപ്പുകളൊക്കെ ഒരുപാട് കൂടി വരികയാണ്, എക്സ്പ്ലോയിറ്റേഷൻ വരികയാണ്. അപ്പോൾ അതിനെയൊക്കെ കുറച്ചുകൂടിയൊക്കെ ആഡ്വക്കേറ്റഡായ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 2020 റീപ്ലേസ് ദ 1986 ആക്ട്, 1986 ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ദ പ്രൊട്ടക്ട് ദ കൺസ്യൂമേഴ്സ് ഇൻ ദ ഇ കൊമേഴ്സ് ആൾസോ, ഇ കൊമേഴ്സിന് എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. അതായത് ഓൺലൈൻ വ്യാപാരത്തെയും ഉൾപ്പെടുത്തി ഉപഭോക്തൃ സംരക്ഷണം ശക്തമാക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം എന്ത് ചെയ്യുകയാണ് അന്നത്തെ കാലഘട്ടത്തിൽ കടന്നു വന്നു. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു പാർട്ടിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ട് നമ്മുടെ കൺസ്യൂമർ ഗുഡ്സുകളെ കുറിച്ച് നോക്കി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആൻഡ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2019, ഉപഭോക്താക്കളുടെ പ്രധാനപ്പെട്ട കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റിൻ്റെ അതിൻ്റെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മളിവിടെ നോക്കി. അതുപോലെ തന്നെയാണ് പ്രധാനമായിട്ടും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റിൻ്റെ തുടക്കം എപ്പോഴായിരുന്നു, 1966 പ്രധാനപ്പെട്ട ഗൈഡൻസുകൾ എന്താണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. അടുത്ത പ്രധാനമായിട്ടും വരുന്ന ഗുഡ്സ് ആൻഡ് ദ സർവീസസുകളെക്കുറിച്ച്, പ്രധാനപ്പെട്ട ഗുഡ്സുകളെക്കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു. അടുത്ത പാർട്ടിലായിട്ട് കൺസ്യൂമർ കോർട്ടുകളെക്കുറിച്ചും പ്രധാനമായിട്ട് വരുന്ന ഗുഡ്സിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. സോ ഇതെല്ലാവരും നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.